നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2-ലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 2-ലെ സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ്. നമ്മളൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയാസ് ഉണ്ടെന്ന് നോക്കാം. ലൊക്കേഷൻ ഓഫ് ദ ഇൻലെറ്റ് ടു ദ ഫെസിലിറ്റി. The location of the treatment unit should be suitable for the work of wastewater collection system according to the topography of the earth. It is preferable that the sewage flow into the site by the natural slope of the drainage, and thus pumping station can be dispensed with. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നിൽക്കുന്ന ഒരു യൂണിറ്റ്, ആ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് വേസ്റ്റ് വാട്ടർ കളക്ഷന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടോപ്പോഗ്രഫിയിലായിരിക്കണം അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ സീവേജ് ഫ്ലോ, ഡ്രെയിനേജിലേക്കുള്ള ഈ സീവേജ് ഫ്ലോ, അതിൻ്റെ പമ്പിങ് സ്റ്റേഷനൊക്കെ ഒരു നാച്ചുറൽ സ്ലോപ്പുള്ള ഒരു സൈറ്റിലായിരിക്കണം അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ലൊക്കേഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് എന്തായിരിക്കണം? വേസ്റ്റ് വാട്ടർ കളക്ഷന് പറ്റിയൊരു ടോപ്പോഗ്രഫിയിലും, അതുപോലെ തന്നെ സീവേജ് ഫ്ലോ ഒരു നാച്ചുറൽ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യണം ഡ്രെയിനേജിലേക്കും. അതുപോലെ തന്നെ പമ്പിങ് സ്റ്റേഷനും ഒരു നാച്ചുറൽ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യണം. ഹൈഡ്രോളിക് പൊസിഷൻ ഓഫ് ദ ഫെസിലിറ്റി. ഫസ്റ്റ് നമ്മൾ ലൊക്കേഷൻ ഓഫ് ദ ഇൻലെറ്റ് ഓഫ് ദ ഫെസിലിറ്റി ആണ് പറഞ്ഞത്. ഇനി ഹൈഡ്രോളിക് പൊസിഷൻ ഓഫ് ദ ഫെസിലിറ്റി ആണുള്ളത്. എ സ്ട്രെയിറ്റ് ഫ്ലോ പാത്ത് ബിറ്റ്വീൻ യൂണിറ്റ് ഈസ് റെക്കമെൻഡഡ് ടു മിനിമൈസ് ദ ലോസ് ഓഫ് ലോഡ് ആൻഡ് ടു എൻഷുർ കൺസിസ്റ്റൻസി ഓഫ് ഫ്ലോ സെപ്പറേഷൻസ്. ഒരു ഈക്വൽ കൺസിസ്റ്റൻസി ഓഫ് ഫ്ലോ സെപ്പറേഷനും അതുപോലെ തന്നെ ഒരു ലോസ് ഓഫ് ലോഡ് മിനിമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ യൂണിറ്റ്സ് തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ഫ്ലോ പാത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. A straight flow path between the unit is recommended to minimize the loss of load and to ensure equal consistency of flow separation. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ ഈ നെറ്റ്വർക്ക് സർവീസിൽ നിന്നും ഫാർ എവേ ആയിരിക്കണം. The treatment plant should be sufficiently far away from the city and network services. The location of the station should not be chosen so that the foul or dissenting odors can be transmitted to the city or neighboring population group based on the study of wind and climatic trends. ക്ലൈമാറ്റിക് ട്രെൻഡ്സിൻ്റെയും വിൻഡിൻ്റെ സ്റ്റഡി നടത്തിയിട്ട് മാത്രമാണ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിന് നമുക്കൊരു ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഫൗൾ അല്ലെങ്കിൽ ഡിസെൻറ്റിങ് അതിൻ്റെ ഡിസിൻറ്റിക്റ്റീവ് ഓർഡേഴ്സ് സിറ്റിയിലേക്കോ അല്ലെങ്കിൽ നൈബറിങ് പോപ്പുലേഷനിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടില്ല. ദ ലൊക്കേഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഷുഡ് ബി ക്ലോസ് ടു ദി ഇലക്ട്രിക്കൽ സോഴ്സ് നെസസറി ഫോർ ഓപ്പറേഷൻ. ഒരു ഇലക്ട്രിക്കൽ സോഴ്സിന് ക്ലോസ് ആയിരിക്കണം, എന്നാൽ മാത്രമല്ലേ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് സോഴ്സസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. The location of the treatment plant should not interfere with the urban plan of the city and the future expansion, nor it shall interfere with the laws of the protection of the agricultural lands. നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സെലക്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് ഒരിക്കലും ഒരു അർബൻ പ്ലാനായിട്ടോ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ ഫ്യൂച്ചർ എക്സ്പാൻഷനും ഒരിക്കലും അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു സിറ്റി എന്ന് പറയുന്ന സമയത്ത് അത് ഒരു ഫ്യൂച്ചറിൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആ ഫ്യൂച്ചർ എക്സ്പാൻഷനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ലാൻഡിനൊക്കെയുള്ള നമുക്ക് പ്രൊട്ടക്ഷൻ അറിയാം. അഗ്രികൾച്ചർ ലാൻഡിലൊന്നും നമ്മൾ എന്താക്കാൻ പാടില്ല, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. The location of the treatment plant shall not be interfere with the planning of the future expansion areas needed by the cities and shall permit extension of the future waste water collection network.
ഫ്യൂച്ചർ വേസ്റ്റ് വാട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു എക്സ്റ്റൻഷനും അതുപോലെ തന്നെ ഒരു സിറ്റിയുടെ എക്സ്പാൻഷനും നമ്മൾ ഫ്യൂച്ചറിൽ ഒരു സിറ്റി എത്ര എക്സ്പാൻഡ് ചെയ്യും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അതിനൊന്നും നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. ദ സെലക്ഷൻ ഓഫ് ദ സൈറ്റ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ഫോർ കറൻറ്റ് വർക്ക് ആൻഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഫോർ എ പീരീഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 50 years. ഒരു 50 yearsലേക്കുള്ള എക്സ്പാൻഷനും ഫ്യൂച്ചർ എക്സ്പാൻഷനും അതുപോലെ തന്നെ ഇപ്പോഴുള്ള കറൻറ്റ് വർക്കിന് ആ സൈറ്റ് അല്ലെങ്കിൽ ആ സൈറ്റ് എന്തായിരിക്കണം, ഗുഡായിരിക്കണം. ട്രൈ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റേറ്റ് ഓൺഡ് സൈറ്റ് ഫസ്റ്റ്. സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ദ ലൊക്കേഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ഷുഡ് ബി നിയറസ്റ്റ് അഗ്രികൾച്ചറൽ ലാൻഡ് ഓർ ക്യാൻ ബി കൾട്ടിവേറ്റഡ് ഓർ സർപ്ലസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ ആൻഡ് ദ യൂസ് ഓഫ് ദ ലിക്വിഡ് ആൻഡ് ഡ്രൈഡ് സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ഇറ്റ് ആസ് എ ഫെർട്ടിലൈസർ. അഗ്രികൾച്ചറൽ ലാൻഡ്സിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോസിന് ഒരു അഗ്രികൾച്ചർ ലോസിനൊക്കെ ഉണ്ടാവില്ലേ, അതിനൊന്നും നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് അഗ്രികൾച്ചറൽ ലാൻഡ്സിൻ്റെ അടുത്തായിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ അവിടെ നിന്ന് ബാക്കി വരുന്ന വാട്ടർ ലിക്വിഡ് ആൻഡ് ഡ്രൈഡ് സ്ലഡ്ജൊക്കെ നമുക്ക് ഫെർട്ടിലൈസറായിട്ടും അവിടെ നിന്ന് വരുന്ന വാട്ടർ അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ട് വരുന്ന വാട്ടറൊക്കെ നമുക്ക് ഇറിഗേഷൻ യൂസ് ചെയ്യാൻ പറ്റും. The location of the treatment unit should be preferably near the valleys or the natural flood streams. Natural flood streamസിൻ്റെയും വാലീസിൻ്റെയും അടുത്തായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. Control of the station and attention to environmental protection. Economic operation. Existence of transport outlets. ഇതിൻ്റെ എക്സിസ്റ്റൻസ് നമുക്കിത് പുറത്തേക്ക് വിടാനുള്ള ഒരു ട്രാൻസ്പോർട്ട് ഔട്ട്ലെറ്റ്സ്, അതുപോലെ എക്കണോമിക് ഓപ്പറേഷൻ, കൺട്രോൾ ഓഫ് സ്റ്റേഷൻ ആൻഡ് അറ്റൻഷൻ ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്ക്രീനിങ്ങിനെ കുറിച്ചാണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, സ്ക്രീൻ ചെയ്ത് മാറ്റുക. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക എന്നൊക്കെ പറയും. Screens are generally provided in front of the pumps or intake works so as to exclude the large sized particles such as debris, animals, trees, branches, bushes, ice, etc. Coarse screens are sometimes placed in front of fine screens. Coarse screens consist of parallel iron rods placed vertically or slight slopes at about 2.5 to 2.5 cm apart. The fine screens are usually made of woven wire mesh with opening no more than 6 mm square. The coarser screens are first remove the bigger floating bodies, the organic solids, and the fine screens then remove the fine suspended solids. The fine screens normally get clogged and then to be cleaned frequently. ഈ സ്ക്രീനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ ഈ പമ്പ്സിൻ്റെ ഇൻടേക്ക് വർക്സിൻ്റെ മുമ്പിലായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, സ്ക്രീൻസ് കൊടുക്കുക. യൂഷ്വലി നമ്മളെന്താണ് ഫൈൻ സ്ക്രീൻസാണ് കോഴ്സർ സ്ക്രീൻസിൻ്റെ മുമ്പിലായിട്ട് കൊടുക്കുക. കോഴ്സർ സ്ക്രീൻസാണ് ഫൈൻ സ്ക്രീൻസിൻ്റെ മുമ്പിൽ കൊടുക്കുക. ആൻഡ് ദി സ്ക്രീൻസ് ആർ യൂസ് ടു എക്സ്ക്ലൂഡ് എന്തിനൊക്കെയാണ് നമ്മൾക്ക് ഒഴിവാക്കേണ്ടത്, ലാർജ് സൈസ് പാർട്ടിക്കിൾസ് സച്ച് ആസ് ഡെബ്രിസ്, എനിമൽസ്, ട്രീസ്, ബ്രാഞ്ചസ്, ബുഷസ്, ഐസ്, ഇതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോഴ്സർ സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പമ്പ്സ് ഓർ ഇൻടേക്ക് വർക്സ്. ഇൻടേക്സ് വർക്സിൻ്റെയോ അല്ലെങ്കിൽ പമ്പ്സിൻ്റെയോ മുമ്പിലായിട്ടാണ് നമ്മൾ ഈ സ്ക്രീൻസ് കൊടുക്കുക. കോഴ്സർ സ്ക്രീൻ വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫൈനൽ സ്ക്രീൻ. ആൻഡ് കോഴ്സർ screens usually made of parallel iron rods parallel iron rods placed vertically or slight slope. ഒരു parallel iron rods ഒന്നെങ്കിൽ vertical ആയിട്ടോ അല്ലെങ്കിൽ slight slope ആയിട്ടാണ് വെക്കുക. ആൻഡ് ഇറ്റ് ഈസ് 2.5 cm അപ്പാർട്ട് ആയിരിക്കും ഈ അയൺ റോഡ്സ് ഉണ്ടാവുക. ആൻഡ് ഇൻ ദ ഫൈൻ സ്ക്രീൻസിൻ്റെ അകത്ത് ഒരു woven wire mesh ആണ് നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത്. ദെൻ 6 mm സ്ക്വയറിലാണ് ഉണ്ടാവാറ്. ദ coarse screen first remove the bigger floating bodies and the organic solids. ഈ കോഴ്സ് സ്ക്രീൻ നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുന്നത്
ലാർജ് പാർട്ടിക്കിളായിട്ടുള്ള ഫ്ലോട്ടിംഗ് ബോഡീസും ഓർഗാനിക് സോളിഡ്സാണ്. ഫൈൻ സ്ക്രീൻസ് എന്താ സസ്പെൻഡഡ് സോളിഡ്സിനും അതുപോലെ തന്നെ സ്മോൾ പാർട്ടിക്കിൾസിനുമാണ് ഫൈൻ സ്ക്രീൻസ് റിമൂവ് ചെയ്യുക. ഈ ഫൈൻ സ്ക്രീൻസ് ക്ലോഗ് ചെയ്യാൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അത് ഫ്രീക്വൻ്റ്ലി ക്ലീൻ ചെയ്യണം. The coarser screens are also now normally kept inclined at 45 degree to 60 degree to the horizontal so as to increase the opening area to reduce the flow velocity and thus making the screening more effective. While designing the screens, clear opening should be sufficient total area so as that the velocity through them is not more than 0.8 and 1 meter per second. The material which is collected on the upstream side of the screen removed manually or mechanically. A stationary fine screen is cleaned by raising it out of the water and washing off the collected material. Movable fine screens are endless belts of the fine screening or series of panels